എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നീശുപരാ. എത്ര കരുണയോടെ ദൈവങ്ങളെ ഓരോ ദിവസവും കാത്തു സൂക്ഷിച്ച വൻകൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, സന്തോഷിൻ്റെയും ഫാമിലിയുടെയും കർത്താവെ, ഈ ഹൗസ് വാമിങ്ങിനായിട്ട് അടിയങ്ങൾക്ക് കടന്നു വരുന്നതിന് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവം കർത്താവെ ആ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുന്ന് 30, 60, 100 മേനിയായിട്ട് അനുഗ്രഹിക്കുന്നവനാകുന്നുണ്ട്. സ്തോത്രം കർത്താവെ. അവിടുന്ന് കാത്തു സൂക്ഷിക്കണേ. വന്നുകൂടിയിരിക്കുന്ന മക്കളെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവവേലയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആ ഭവനത്തിലുള്ളതെല്ലാം. എല്ലാം വേണ്ടുന്ന കൃപയെല്ലാം ചൊരിയണമെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. താങ്ക് യു പപ്പ. പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കുടുംബമായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. നമ്മളെല്ലാം ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറയുക. അതിനായിട്ട് നമ്മെ അതിലേക്ക് ഒന്ന് അയക്കാനായിട്ട് ദൈവം അയച്ച ദാസനാണ് ലോർഡ്സൺ ബ്രദർ. വിത്ത് ഓൾ റെസ്പെക്ട്, ഐ വാണ്ട് യു ടു ലീഡ് ദ വർഷിപ്പ്. പ്ലീസ് ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ഹൃദയത്തിലേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സന്തോഷ്, പിതൃതുല്യം ഞാൻ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ കേരളത്തിൻ്റെ അഭിമാനമായ അഭിഷേകത്തിനാണ് പാസ്റ്റർ സാമച്ചൻ അവർക്ക്. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ഇങ്ങനൊരു വേദിയിൽ ദൈവത്തെ ഉയർത്തുവാൻ സ്വർഗം നൽകി തന്ന നല്ല അവസരത്തിൽ ഞാൻ ദൈവത്തെ നന്ദി പറയുകയാണ്. കാരണം വചനം എങ്ങനെയാണ് പറയുന്നത്, മുഴു ലോകത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം. അതാണ് യേശുവിൻ്റെ ജനനത്തിലൂടെ ലോകത്തിന് ലഭിച്ചതെങ്കിൽ ആ ക്രിസ്തു അകത്ത് ജനിച്ച വ്യക്തികളുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും മുഴു ലോകത്തെയും നേടിയൊരു സന്തോഷം അവരുടെ ഉള്ളിലുണ്ടാകും. സങ്കീർത്തനങ്ങൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ പറയും: ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കൊടികളുള്ളതല്ല, നമുക്കെത്ര സമ്പത്തുണ്ട് എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായുള്ളൊരു സന്തോഷം, അതിനേക്കാൾ വലിയ ഒരു സമൃദ്ധി നമ്മുടെ ഹൃദയത്തിൽ നൽകി തരുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ യേശു കർത്താവാണ്. ആ കർത്താവിന് നന്ദി പറയുമ്പോൾ അങ്ങാണ് എൻ്റെ ആശ്രയം. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന, അങ്ങേ പോലൻ ദൈവം
അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ചേർന്ന് പാടാമോ നമുക്കിങ്ങനെ? ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന ആരാധന അങ്ങേയ്ക്കാരാധന, യേശുവേ അങ്ങേയ്ക്കാരാധന. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ
കരമോ ഇതുവരെയും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എല്ലാ കരങ്ങളൊന്നും ഉയർത്തി കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുത്ത് പറയുമോ? ഈ പകലും ഈ രാത്രിയിലും ദൈവ മഹത്വം നമ്മുടെ മധ്യമുണ്ട്. അവൻ എൻ്റെ രാജാവാണ്, അവൻ എൻ്റെ കർത്താവാണ്, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ സർവശക്തനായ ദൈവം. മുഴുവൻ മഹത്വം അപ്പാ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനാമ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
Amen. 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 വന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. I would like to extend my thanks to all who came here. ഇന്ന് ഒരു ഹൗസ് ഡെഡിക്കേഷനുള്ള ബന്ധത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. So we are all gathered here in regards to a house dedication. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വീടിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഓരോരുത്തരുമാണെന്ന്. But when I came here, I came to the realization that much more important than a home is each one of us. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ സന്തോഷും നിമ്മിയും. Dear Santosh brother and dear sister Nimmi is a family that I really അവർക്ക് love. ദൈവം കൊടുത്ത രണ്ട് അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ ക്രിസ്റ്റീന ആൻഡ് സാറ. And they've been gifted with two beautiful daughters, Christina and Sarah. ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയത് തന്നെയാണ് നൈജീരിയയിലെ ഏറ്റവും വലിയ സഭയായ പാസ്റ്റർ അടിബോയി. ഞങ്ങൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. So we met each other when we had a meeting with one of the pastors of the biggest church in Nigeria, Adiboy. അത് ഞങ്ങൾ കുറേ നടന്നു. ആ ചർച്ചിനകത്ത് ക്ഷീണിച്ചിട്ട് 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. We walked a lot in that church. It's very far, it's very lengthy, so we got tired and we left. ആ 10 ലക്ഷത്തിലധികം ജനം വരുന്ന ആ ദൈവദാസന്റെ ഹംബിൾനെസ് എൻ്റെ ലൈഫിനെ ഒരുപാട് ചേഞ്ച് ചെയ്തു. So he was a pastor of 10,000 congregants and his humility changed my life. പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന ലോർഡ്സൺ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. I would like to praise God for brother Lordson as well. ഇവിടെ വന്നിരിക്കുന്ന ചില പാസ്റ്റേഴ്സ്, പാസ്റ്റർ സാം ചെറിയാൻ, പാസ്റ്റർ ജോബി, എല്ലാ പാസ്റ്റേഴ്സിനും വാത്സല്യ പ്രിയ അങ്കിളിന് എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. I would like to extend my greetings and thanks to all the pastors here, Pastor Sam, Pastor Joby and all those who are here. ഹല്ലേലൂയ. Hallelujah. കർത്താവ് എന്തോ വലിയൊരു മൂവ് ഇതിൻ്റെ നടുവിൽ അയക്കാൻ പോകുകയാണ്. God is about to send a great move in our midst. ഇവരുടെ ഫ്ലാറ്റിന് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ഈ ഫ്ലാറ്റിനകത്ത് ഇതിൻ്റെ കോമ്പൗണ്ടിനകത്ത് അസാധാരണമായ ഒരു ദൈവ പകർച്ച സംഭവിക്കാൻ പോകുന്നു. Oh, it's not just that Pastor Santosh's flat is important, but something is going to happen in this compound. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ദൈവം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. God is about to do something great in our midst. ഈ വർഷത്തിൽ In this year, വളരെ സൈൻ നിങ്ങൾ കാണാൻ പോകുകയാണ്. you are going to see many signs. ആമേൻ. വെള്ളത്തിൽ നിങ്ങൾ സൈൻ കാണും. You are going to see some signs upon the waters. കയ്യിൽ നിങ്ങൾ സൈൻ കാണും. You are going to see some signs in the skies. ലാൻഡിൽ ദൈവം നിങ്ങൾ സൈൻ കാണും. And you're going to see some signs on the land. ആമേൻ. നിങ്ങളിൽ വലിയ സൈൻ സംഭവിക്കും. And many signs will take place in your life as well. ഭരണകൂടങ്ങൾക്കകത്ത് വലിയ മാറ്റം സംഭവിക്കും. Great changes will happen in governments. ആമേൻ. അസാധാരണമായ ഉണർവുകൾ സംഭവിക്കും. Extraordinary revivals will take place. ഇവിടെ സുവിശേഷകരും സുവിശേഷ വേല ചെയ്യാൻ ദാഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതിനേക്കാൾ ഒരു അസാധാരണ കാര്യം മൂവിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുകയാണ്. All those who are doing evangelism and desire to do evangelism, the Lord is about to take you to a greater move. ദൈവം നിങ്ങളെ പവർഫുൾ ആക്കാൻ പോകുകയാണ്. The Lord is going to make you powerful. നിങ്ങൾ ഓരോരുത്തരും ഒരു തീ കഷ്ണമാണ്. Each of you are going to be flames of fire. നിങ്ങൾ ഒരു സ്പാർക്കാണ്. You are going to be made a spark. നിങ്ങൾ എവിടെ ചെന്നാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ അവരിൽ ഈ ദൈവശക്തി വ്യാപരിക്കും. Whomever you meet and shake hands with, the power of God will come upon them. 42 വർഷം കൊണ്ട് ഈ യേശുവിനെ പ്രസംഗിക്കുകയാണ്. I've been preaching this Jesus for 42 years. ഇത് എന്നെ കയ്യിൽ എടുത്തോ, Or the moment that I took this Bible in my hands, അന്നു മുതൽ എന്നോട് ദൈവം എന്ത് സംസാരിച്ചോ അത് മുഴുവനും നിറവേറ്റി. from that time onwards, whatever the Lord spoke to me, the Lord fulfilled it. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ But when God tells you something, അവന്റെ വാക്കിന് മാറ്റമില്ല. there is no change to his word. അവൻ അത്ഭുത മന്ത്രിയാണ്. He is the minister of miracles. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് Lift up your സ്തുതിച്ചാൽ hands and praise the Lord. ആമേൻ. ഇന്നു മുതൽ ഇവിടെ ഇരിക്കുന്ന സകല
സകലരിലും മാറ്റങ്ങൾ സംഭവിക്കും. From today onwards, there is going to be a change in each and every one of you seated here. നിങ്ങളിൽ മാറ്റം സംഭവിക്കും. Changes will happen in you. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ മാറ്റം വരും. All those who are seated here, changes will come into your lives. അസ്തമിച്ച പ്രതീക്ഷകൾ തിരിച്ചു വരാൻ Oh, പോകും. all the hopes that you've lost is going to be redeemed. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കാൻ പോകും. All those who are childless, children will be given to you. വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകും. All those without homes are going to receive homes. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം. Oh, our God is a God who does miracles. ആമേൻ. 101 സങ്കീർത്തനം 2 വാക്യം വായിക്കുമ്പോൾ, So when we read Psalm chapter 102 verse 2, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. I will walk in integrity in my home. ദൈവം നിങ്ങൾക്ക് തന്ന വീട്ടിൽ, In the home that the Lord has gifted ദൈവം you. നിങ്ങൾക്ക് തന്ന ലാൻഡിൽ, In the land that the Lord has given you. ദൈവം നിങ്ങൾക്ക് തന്ന പ്ലേസിൽ, In the place that the Lord has given you. I will walk with the integrity had within my house. Oh, ഞാൻ എൻ്റെ ഭവനത്തിൽ നിഷ്കളങ്കതയുള്ള ഹൃദയത്തോടെ നടക്കും. Hallelujah. Hallelujah. ഇന്ന് പകൽ പലരുടെയും ഹൃദയം ഒരു നിഷ്കളങ്ക ഹൃദയം മോൾഡ് ചെയ്യാൻ പോകുകയാണ്. Oh, the Lord is going to mold each and every heart here into a heart of integrity. ദൈവം അത് ചെയ്യാൻ പോകുന്നു. The Lord is about to do it. ഇതിനകത്ത് ദൈവം പ്രമോഷൻ തരാൻ പോകുന്നു. Oh, in this place some are going to receive promotion. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വീട്. The most important thing in a human life is the person's home. എല്ലാവരും കൊതിക്കുന്നു ഒരു വീടിന് വേണ്ടി. Everyone desires for a home. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. Come on, everyone say that aloud. I will walk with a heart of integrity in my home. കർത്താവിനോട് പറയുന്നു, The Lord is telling ഈ me 26 this 2026. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദകരമാകും. Oh, it will be a year of joy in your life. 24 25 ദുഃഖം പോലെ തളം കെട്ടിയെങ്കിൽ Oh, even if 24 and 25 were years where there was 26 sorrow, ഹാപ്പിനെസ് കൊണ്ടുവരും. 2026 will bring joy in your life. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ The പോകുകയാണ്. Lord is about to do great things. ആമേൻ. മനോഹരമായ വീടുണ്ടായിട്ടും Even though you had a beautiful home, തകർന്ന ജീവിതമായി കഴിയുന്നവർ ഏറെയാണ്. there are many people who have broken lives. ചിലർക്ക് വീടുണ്ട്, Many have homes, പക്ഷെ വീടിനകത്ത് ബ്രോക്കൺനെസ് ആണ്. but in their homes they are broken. ചിലർക്ക് വീടുണ്ട്, Some people have homes, എന്നും വഴക്കാണ്. but yet there's a lot of conflict. ചിലർക്ക് വീടുണ്ട്, Some people have homes, മക്കളില്ല. but do not have children. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. All these are taking place നമ്മുടെ ജീവിതത്തിൽ in our lives. ഒരു വീടുണ്ടെങ്കിലും Even though we have a home, ആ വീടിനകത്ത് യേശു we ഉണ്ടായിരിക്കണം. need to have Jesus in our homes. അതാ കർത്താവ് നമ്മെ കുറിച്ച് That ആഗ്രഹിക്കുന്നു. is what the Lord desires of us. നിങ്ങളുടെ വീട് ഈ മന്ദിരമാണ്. Your home is this temple. ഈ മന്ദിരം നശിപ്പിക്കരുത്. Do not destroy this temple. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. Those who destroy the temple, that is their bodies, the Lord will destroy ഈ them. മന്ദിരം കർത്താവ് വസിക്കാൻ ഇടയാക്കണം. You need to allow the Lord to dwell in this temple, your body. നമ്മളില്ലെങ്കിൽ വീട് വേണ്ട. If we don't have ourselves, then what's the purpose of having a home? നമ്മൾ ഉണ്ടെങ്കിൽ മതി വീട്. If we have ourselves, that's when we need a home. ദൈവം ആമേൻ ഈ ഭൂമിയിൽ പിറന്ന എല്ലാവർക്കും ഭവനം ഒരുക്കി തരും. The Lord will prepare and give everyone a home who's born on this world. ഭൗതികമായ ആമേൻ നന്മയേക്കാൾ വലുത് യേശുവുമായിട്ടുള്ള ഇന്റിമസിയും യേശുവുമായിട്ടുള്ള ജീവിതമാണ് വലുത്. Much more and greater than material blessings is your intimate relationship with the Lord Jesus. ആഡംബരമായ ലിവിംഗ് റൂം ഉണ്ടായിരിക്കും. Oh, you might have a luxurious living room, പക്ഷേ ശൂന്യമായ ഹൃദയമുള്ളവരുണ്ട്. but you might be having a void-filled heart. അവൻ മികച്ച സുരക്ഷാ സംവിധാനം കാണും. You might have great security measures, പക്ഷേ ഒരു സമാധാനവും കാണുകയില്ല. but might not have peace at all. നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത് What we need in our life ആമേൻ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണം. is that we need to have the Lord with us. നാം ഒരു വീട് പണിയുമ്പോൾ When we build a home, പ്രത്യേകം ഓർക്കണം. we need to think about this especially. ആമേൻ മണലിന്മേൽ പണിത വീടുണ്ട്, പാറമേൽ പണിത വീടുണ്ട്. There is a house that is built on sand and there is a house built on the rock. രണ്ടു വീടിന്റെ മുകൾ ഭാഗം വളരെ ബ്യൂട്ടിയാണ്. Oh, both of these homes look very beautiful, എന്നാൽ but
ഇതിന്റെ അടി എങ്ങനെയാണെന്ന് ഇട്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. But those who laid the foundation, they are the only ones who know what is going to last. ഫൗണ്ടേഷൻ സ്ട്രോങ് Your ആയിരിക്കണം. foundation should be strong. അത് പാറമേലായിരിക്കണം. It should be upon the rock. പാറമേൽ പണിത വീട്, The house that is built on the rock, അവൻ അതിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. its foundation is going to be very strong. എന്നാൽ മണലിന്മേൽ പണിത വീട്, The house that is laid on sand, അതിന് മണ്ണിന് മുകളിലോട്ട് ബ്യൂട്ടി ആയിരിക്കും. upon the foundation it may look beautiful, എന്നാൽ അവൻ മണ്ണിന് താഴോട്ട് വളരെ ഡേഞ്ചർ ആയിരിക്കും. but beneath it it's going to be dangerous. നാം എപ്പോഴും ഓർക്കേണ്ടത്, What we need to be mindful about യേശു is ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തിക്കും നാശങ്ങൾ വന്ന് തകർന്നു പോകുകയില്ല. a person who's laid his foundation upon the rock Jesus will not suffer loss. ഈ ലോകത്തിലെ കാറ്റിന്, The wind of this world, അടിച്ചാലും അത് വീഴ്ത്താൻ കഴിയില്ല. even though it blows upon you, it cannot cause you to fall. മണലിന്മേൽ പണിത വീട്, But the house that is built on sand, ഒരു കാറ്റടിക്കുമ്പോൾ when the wind blows, അത് നിലത്തു വീഴും. it falls. എന്നാൽ പാറമേൽ പണിത വീട്, But the house that is built on the rock, ക്രിസ്തുവാകുന്ന പാറമേൽ, the house that is built on the rock that is Christ, അടിസ്ഥാനമിട്ട വീട്, the house that is laid on the rock that is Christ, ഒരിക്കലും ആടുകയില്ല. it will never shake. Hallelujah. Hallelujah. ഒരിക്കൽ സ്പർജൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, One Spurgeon, Charles Spurgeon said this: നമ്മുടെ വീട് ഒരു സഭയാകണം. our home should be a church. നമ്മുടെ സഭ ഒരു വീടാകണം. Our church should be a home. നമ്മുടെ ആതിഥ്യ മര്യാദ കൊണ്ട്, in our obedience, നമ്മുടെ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന ഒരു അപരിചിതന് പോലും ക്രിസ്തുവിനെ അവിടെ കാണുവാൻ കഴിയണം. a stranger on our table who is meeting us on our table should be able to see Jesus. Hallelujah. Hallelujah. ഇന്നു മുതൽ നിങ്ങളുടെ വീട് ഒരു സഭയായി മാറാൻ പോകും. Today onwards your homes are going to be changed to a church. നിങ്ങളുടെ സഭ ഒരു വീടാകാൻ പോകും. Your church is going to be made a home. ഇന്ന് ഞാൻ തിരുവല്ലയിൽ നിന്നായി പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇല്ലയോ? I believe you're all aware that I'm preaching from Tiruvalla. തിരുവല്ലയിൽ ഒരു ഉണർവ് കർത്താവ് വായിക്കാൻ The പോവുകയാണ്. Lord is going to send a revival in Tiruvalla. ഹല്ലേലൂയ. Hallelujah. ഈ മധ്യ തിരുവിതാംകൂറിൽ In the mid Travancore, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. the Lord is about to do great things. ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കാൻ പോകും. The works of the Lord are going to take place. അസാധാരണ പടികളിൽ കാല് വയ്ക്കാൻ പോകും. You're going to take extraordinary steps. ഹല്ലേലൂയ. Hallelujah. നാം പണിത വീടും നമ്മുടെ മൺമയമായ വീടും നശിക്കും. Our earthly homes and our bodies that are made of dust are going to perish. ഈ ഭൗമ കൂടാരം അഴിഞ്ഞു പോകും. This earthly temple will be destroyed. നിത്യമായ ഒരു വീട് നിങ്ങൾക്കുണ്ടോ? Do you have an eternal home? ഒരു ക്വസ്റ്റ്യൻ ആണ്. This is a question. നിത്യമായ ഒരു വീടുണ്ടോ? Do you have an eternal abode? എനിക്കും വീടുള്ളവനാണ്. I have a home. വളരെ മനോഹരമായ വീട്. It is a very beautiful home. പക്ഷേ ഈ വീട് നാം വിട്ടേ മതിയാകുകയുള്ളൂ. But we need to leave this home that we have. ഇവിടെ എത്ര വലിയ വീടുണ്ടെങ്കിലും, No matter how big of a home you have, ഇവിടെ എത്ര വലിയ കൊട്ടാരമുണ്ടെങ്കിലും, no matter how big of a palace you made, ഇവിടെ എന്തെല്ലാം ഫർണിഷ് ചെയ്തതുണ്ടെങ്കിലും, no matter how furnished it is, ഈ കൊട്ടാരം, ഈ പാലസ് നാം വിടണം. you must leave this palace. കർത്താവിനോട് പറയുക, The Lord is telling me, എനിക്ക് വേണ്ടിയത് what I need ഈ നശിക്കുന്ന വീടല്ല, is not this perishable home. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പണിത ഒരു വീട്. There is a home that the Lord has made for us. ഇവിടുത്തെ എല്ലാ വീടും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് പണിതിരിക്കുകയാണ്. Every home that we created in this world is according to our plan. സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. But there is a home in heaven. അത് നമ്മുടെ ഡിസൈനിലല്ല It പണിതിരിക്കുന്നത്. is not built according to our അത് design. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ഡിസൈനിലാണ്. It is according to the design of God. അതെത്രയോ ബ്യൂട്ടിഫുൾ ആണ്. How beautiful is it? നാം ഈ ലോകത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള ഒരു വീടാണ്. It is according to the works that we did on this world. The house in heaven is made. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തുകൊള്ളേണം. Everyone seated here should be mindful of this. ഇവിടുത്തെ വീട് നാം വിടേണ്ടവരാണ്. We are all supposed to leave the house that we created in this world. യുഗായുഗം താമസിക്കുന്ന ഒരു വീടുണ്ട്. But there is a house where we will stay for age to age. കർത്താവ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു. And the Lord is building it for us. ശേഷം പറയുന്നത് വളരെ ഈസിയാണ്. It's very easy to share the gospel. വളരെ ഈസിയാണ്. It is very easy. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Do you desire to share? ആമേൻ. സുവിശേഷത്തിന് റിട്ടയർമെന്റ് ഇല്ല. Regarding gospel work, there's
there's no retirement. എല്ലാ ജോലിക്കും റിട്ടയർമെന്റ് ഉണ്ട്. Every job has a season to retire. പറയുന്നതിന് റിട്ടയർമെന്റ് ഇല്ല. But for sharing the gospel there's no retirement. നിങ്ങളുടെ ഹൃദയത്തിൽ സുവിശേഷം പറയാൻ ദാഹമുണ്ടോ? Oh, are you thirsty to share the gospel? നിങ്ങൾ വാ തുറക്കുമ്പോൾ, Oh, as you open your mouth, ആ വ്യക്തിക്ക് എന്ത് വിടുതലാ വേണ്ടിയത് അത് നിങ്ങളുടെ വായിലൂടെ തരും. oh, whatever deliverance the person requires, your mouth will speak it out. നിങ്ങൾ ഓരോരുത്തരും പ്രവാചകന്മാരും പ്രവാചകിമാരുമാണ്. Each person seated here are prophets and prophetesses. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഗോസ്പൽ preachers ആണ്. Each one of you seated here are gospel preachers. എന്താ നിങ്ങൾക്ക് വേണ്ടിയത്? What is it that you want? അത് കർത്താവ് നൽകി The തരും. Lord is going to grant it to you. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. Oh, the Lord who knows all of us necessities, small or big. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. Today morning the Lord is about to touch you. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും No matter you not having anything in your life, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ the പോകുകയാണ്. Lord is about to do something for you. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ The പോകുന്നു. Lord is about to do something great. ആമേൻ. നിങ്ങളുടെ വിഷയം ആമേൻ പ്രശ്നം വലുതായിരിക്കാം. Your problem might be a big issue, പക്ഷേ ആമേൻ അതിനേക്കാൾ വലുതാണ് യേശു. but Jesus is even far greater than your problem. നിങ്ങളുടെ പ്രശ്നമല്ല വലുത്, ജീസസ് ആണ് വലുത്. Oh, your problem is not great, it is Jesus who is great. നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ട് പറ, നിന്റെ പ്രശ്നമല്ല വലുത്, Turn to your neighbor and say that your problem is not big. യേശുവാണ് വലുത്. Jesus is great. ഇന്ന് പകൽ Today morning കർത്താവിനോട് പറയുക, the Lord is telling me എനിക്ക് വേണ്ടിയത് what I need എനിക്ക് അങ്ങയെയാണ്. is I need you, Lord. എനിക്ക് അങ്ങയെയാണ് ആവശ്യം. I need you, Lord. എനിക്ക് അങ്ങയെ I ആവശ്യമുണ്ട്. need you, Lord. എനിക്ക് അങ്ങയെ വേണം. I need you, ഇന്ന് Lord. പകൽ ഒരു ചോദ്യം ചോദിക്കുന്നു. Oh, today morning I'm asking you a question. ആര് പറയും എനിക്ക് യേശുവിനെ വേണമെന്ന്? Who will say that I need you, Jesus? നിങ്ങളുടെ ആവശ്യത്തെക്കാൾ യേശു വലിയവനാണ്. More than your necessities, Jesus is greater. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. The Lord will do great things, miracles for ദൈവത്തിന് you. കഴിയാത്തതൊന്നുമില്ല. There is nothing impossible for the Lord. ആമേൻ. ഈ ഒരു കാലം തീർന്നു പോകും. Oh, our age is coming to an end. നമുക്ക് നാളെ ഇന്നലെ തിരിച്ചു കിട്ടുകയില്ല. You won't be able to get back the time that is ഇന്നത്തെ past. ദിവസം നാം ശക്തമായി Oh, ഉപയോഗിക്കണം. we need to make use of today. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. Oh, the hand of the Lord will descend for നമ്മൾ us. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. We need to live for Christ. ഇന്ന് ഈ ഫ്ലാറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ Oh, today as we dedicate this flat, അതിനേക്കാൾ വലുതാണ് നാം നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യണം. much more important is us dedicating ourselves to the Lord. യേശുവിനോട് പറയുക, Oh, you need to tell Jesus, യേശുവേ, Jesus, ആമേൻ, എന്നെ ഞാൻ അങ്ങേയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. I dedicate myself to you. എന്റെ ഹൃദയം ഞാൻ അങ്ങേയ്ക്കായി തരുന്നു. I give my heart to you. യേശുവേ, Jesus, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. I will live for you. ഇന്ന് പകൽ ആര് തീരുമാനിക്കും? Today morning, how many of you will decide that? നമ്മുടെ ദിവസം നഷ്ടപ്പെടുത്തരുത്. Oh, do not waste your ഈ day. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. Oh, just like it is said in the Bible, everything is taking place. ഇത് അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Oh, it is taking place just as it said. നന്ദി. Jesus, thank you. യേശുവേ, നന്ദി. Thank you, Jesus. എന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. You know, cry out ഇപ്പോൾ aloud. ഒരു വലിയ വിടുതൽ നടക്കുന്നു. Oh, right now a great deliverance is taking ഒരു place. വിടുതൽ സംഭവിക്കുന്നു. A deliverance is taking place. റബഖലബ Aprakatosh behedia. റബനസിഖലബസ. Lamana baushia rabal kaba. ഓ, ചില ശാരീരിക വിടുതലുകൾ, Oh, some deliverances in some bodies. ശാരീരിക മാറ്റങ്ങൾ, Oh, some changes in some bodies. ഇതെല്ലാം ദൈവം The ചെയ്തുകൊണ്ടിരിക്കുന്നു. Lord is doing them all. ഇതുവരെ കർത്താവിന് സമർപ്പിക്കാത്തവർ, Oh, anyone who has not yet committed their lives to the സമർപ്പിച്ച Lord. പ്രിയപ്പെട്ടവർ, Oh, all those who committed their lives to the Lord. എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for everyone. ഒരു വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. Oh, a great breakthrough is taking place. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everyone start praying. അടുത്ത 3 മാസത്തിനകം Oh, within the next 3 months, ചില വലിയ ബ്രേക്ക് ത്രൂയിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാൻ you are പോകുന്നു. going to enter into a great breakthrough. ദൈവത്തിന്റെ കരം നിങ്ങൾ കാണാൻ പോകുന്നു. You are going to witness the hand of the Lord. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശക്തികൾ The powers that's against you എല്ലാം ഓടി മറയും. is going to run and hide. Oh Lord, Hallelujah. യേശു മരിച്ചു.
Jesus died. അവന്റെ ജീവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. Oh, he gave his life for us. അവന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നു. Oh, he has shed his blood for us. ഈ യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് മതിയായവൻ. Oh, this Jesus is more than enough for our problems. ഇന്ന് പകൽ ഇതിനകത്ത് വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, Oh, today morning if there's anyone who has no home കഴിയുമ്പോൾ here, after this prayer, ദൈവം നിങ്ങൾക്കൊരു വീട് തരാൻ പോകുന്നു. the Lord is going to gift you a home. ആമേൻ. മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, If there is anyone who is childless ദൈവം here, നിങ്ങൾക്കൊരു തലമുറയെ തരാൻ the പോകുന്നു. Lord is going to gift you a child, a ഇന്ന് പകൽ generation. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടഭാരത്തിലാണെങ്കിൽ, Oh, today morning if you are in debt, ആ കടഭാരം ദൈവം മാറ്റാൻ oh, പോകുകയാണ്. the Lord is going to take away the debt. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. I need prayer. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Please pray for me. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ If there is any such persons who want prayer, lift up എനിക്കൊരു your hands. പ്രാർത്ഥന ആവശ്യമാണ്. I want prayer. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. പല കരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. Oh, many hands are lifted high. ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ Oh, today morning as we ഒരു pray, വലിയ വിടുതൽ നിങ്ങളുടെ മേൽ നടക്കാൻ പോകുന്നു. oh, a great deliverance is going to take place ഒരു upon വലിയ you. വിടുതൽ നിങ്ങളുടെ മേൽ നടക്കാൻ A പോകുന്നു. great deliverance is going to take place upon ഒരു you. വലിയ വിടുതൽ നടക്കാൻ A പോകുന്നു. great deliverance is going to take place ഒരു upon you. breakthrough സംഭവിക്കാൻ പോകുന്നു. A breakthrough is going to happen. ആമേൻ. യേശുവേ, Jesus, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. I pray for these people. ഈ ജനത്തെ bless ചെയ്യുന്നു. Bless these people. രോഗികളെ സൗഖ്യമാക്കണമേ. Heal those who are sick, Lord. മക്കളില്ലാത്തവർക്ക് മക്കളെ Lord, കൊടുക്കണമേ. all those who are childless, give them children. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. Those who are homeless, give them a home. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray for that. ഈ ബ്രദറിനോട് കർത്താവ് റാന്നിയുമായി ബന്ധപ്പെട്ട് Related to Rani, ദൈവം ചില മിറക്കിളിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. oh, the Lord is going to use you to perform some miracles. ചില ഫാമിലീസ് Some families പുറത്തു വരാൻ പോകുന്നു. are going to be brought out. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ The പോകുന്നു. works of the Lord are going to happen. നീ പ്രാർത്ഥിച്ചുകൊള്ളുക. You need to pray. നിന്റെ മേൽ മിനിസ്ട്രിയുടെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. A door of ministry has opened upon you. നിന്നെ ദൈവം ഒരു ഫുൾ ടൈം മിനിസ്ട്രിയോടെ പുറത്തിറക്കാൻ പോകുന്നു. The Lord is going to take you out as a full-time minister. ദൈവം നിന്നെ ചില ആഫ്രിക്കൻ കൺട്രീസിൽ അയക്കാൻ The പോകുന്നു. Lord is going to send you to some African countries. ദൈവം മിഡിൽ ഈസ്റ്റിൽ നിന്നെ വിടാൻ പോകുന്നു. The Lord is about to send you to Middle East. നീ ശക്തമായി പ്രാർത്ഥിക്കും. You need to pray immensely. നിന്റെ മിനിസ്ട്രി കംപ്ലീറ്റ് ദൈവം ഷിഫ്റ്റ് ചെയ്യും. The Lord is going to shift your ministry നീ ഒരു entirely. ഷിഫ്റ്റിംഗിലൂടെ പുറത്തു വരാൻ പോകുന്നു. You are going to be brought out with a shift. Yes, നീ ഒരു പ്രൊഫറ്റിക്കൽ മൂവ്മെന്റ് ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്താൻ The ആഗ്രഹിക്കുന്നു. Lord is desiring to reveal a prophetical movement through you. നീ പ്രാർത്ഥിക്കൂ. You need to pray. ഒരു ജയത്തിന്റെ കൊടി ഉയർന്നു നിൽക്കും. A banner of victory is being risen high. കർത്താവ് പറയുന്നു, The Lord is telling you. നീ ചില അൽകാസിം ഫാമിലികളുമായി റിലേറ്റഡ് ആയി വരുന്ന ചില വാതിലുകൾ ദൈവം തുറക്കും. Oh, some doors related to some Al-Kasi families are going to be opened before you. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടും. The hand of the Lord is moving for you. ഓ, നിന്റെ പ്രാർത്ഥന Your prayer, ഒരു പവർഫുൾ പ്രയർ ആയി മാറും. oh, it's going to be turned into a powerful prayer. നിന്റെ പ്രാർത്ഥന Your prayer, ഒരു ഹീലിംഗ് ആയി മാറും. oh, will bring healing. നീ പ്രാർത്ഥനയിൽ പുറത്തു വരാൻ You are പോകും. going to be brought out in prayer. നീ പ്രാർത്ഥന പ്രൊഡ്യൂസ് ചെയ്യുന്നവനാണ്. Oh, you will be a person who produces this prayer. അങ്ങനെ നിന്നെ ദൈവം പുറത്തു The Lord കൊണ്ടുവരും. is going to bring you out in that manner. നീ പ്രാർത്ഥിക്കുമ്പോൾ As you pray, സംസാരിക്കാത്ത ചില പ്രിയപ്പെട്ടവർ സംസാരിക്കും. those who are not able to speak are going to speak. യേശുവിന്റെ നാമത്തിൽ In Jesus' നീ name. പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക. Oh, you need to pray and be strengthened. ഇപ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. Oh, a great presence of God has descended in this place. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. Let's all praise the Lord. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. ആരാധന 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 ആരാധന
തന്നെ ഈ ഫ്ലാറ്റ് ദൈവം പ്രിയ സന്തോഷിനും നിമ്മിക്കും കൊടുത്ത ആ ഫ്ലാറ്റ് നാം ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കരങ്ങളും സ്വർഗത്തേക്ക് ഉയർത്തി. Let every hand be lifted high to heaven. അവർക്ക് ദൈവം കൊടുത്ത ഫ്ലാറ്റ്, The flat that the Lord has gifted them. ഒരുപാട് തടസ്സങ്ങളിലൂടെ അത് കിട്ടിയത്. They got this through a lot of struggle. അതുകൊണ്ട് ഒരുപാട് ബ്ലെസ്സിങ് അതിനകത്തുണ്ട്. And therefore there's a lot of blessing in it. എല്ലാ തടസ്സങ്ങളും ജയമാക്കി മാറ്റുന്നു. Oh, the Lord is taking every struggle to victory. എല്ലാ തടസ്സങ്ങളും അനുഗ്രഹമാക്കി മാറ്റും. Every hindrances are turned into blessings. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് Let's പ്രാർത്ഥിക്കാം. all pray and dedicate this flat. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, Oh, the Lord who loves us, Lord. ഞങ്ങൾ ഈ ഫ്ലാറ്റിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. Oh, we dedicate this flat and pray, Lord. അങ്ങയുടെ ദൂതന്മാർ അവിടെ ഇറങ്ങട്ടെ. May your angels descend in this flat, ഒരു Lord. വലിയ ദൈവ പ്രവൃത്തി അവിടെ നടക്കട്ടെ. Let a great work of the Lord happen ഇത് there. പട്ടണത്തിനൊരു വിളക്കാകട്ടെ. Oh, let this flat be a lamp to the city, Lord. അനേകർക്ക് ആശ്വാസമാകട്ടെ. Oh, let it be a great comfort to many. അനേകർക്ക് സന്തോഷം നൽകുന്നതാകട്ടെ. Oh, let it be a great joy to many. ഓ, ഈ ഭവനം This home, അകത്ത് വരുന്നവരും പുറത്തു പോകുന്നവരും അനുഗ്രഹിക്കപ്പെടും. all those who go in and go out, Lord, let them be blessed. എപ്പോഴും സമൃദ്ധി നിറഞ്ഞു കവിയട്ടെ. Let there be prosperity in it, O Lord. ആരോഗ്യവും ആയുസ്സും അതിനകത്തുണ്ടാകട്ടെ. Let there be long life and divine health, Lord. അനേകരെ ക്രിസ്തുവിൽ നേടുവാൻ Or to win many for Christ. ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ. Lord, use these children. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് Right now we together. എല്ലാ കരങ്ങളും കോർത്തു പിടിച്ച് Oh, we are holding every hand. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. പിതാവിന്റെയും In the name of the Father, പുത്രന്റെയും the Son, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ in the name of the Holy Spirit. ഈ ഫ്ലാറ്റ് ഞങ്ങൾ ഡെഡിക്കേറ്റ് We dedicate this flat. ഇപ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ Right now as we dedicate, ഈ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് we dedicate the children as well. അവർ വലിയ മിഷണറി വീരന്മാരായി മാറട്ടെ. Let them be warriors and missionaries. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. The generations be blessed. ഇവിടെ വന്ന സകല ജനവും അനുഗ്രഹിക്കപ്പെടും. All those who came here be blessed. അവരുടെ കുടുംബങ്ങൾ Their families, അനുഗ്രഹിക്കപ്പെട്ട് let them be blessed. ജനറേഷണൽ ബ്ലെസ്സിങ്സ് കൊടുക്കണം. Oh Lord, grant them generational blessings. ആരോഗ്യം കൊടുക്കണം. Lord, give them health. എല്ലാ കുഞ്ഞുങ്ങളെയും ബ്ലസ് ചെയ്യണം. I bless every child here. അങ്ങ് അത്ഭുതം ചെയ്യണം. Lord, do a miracle. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. I bless this family. അത്ഭുതം ചെയ്യണം. Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name. ആമേൻ. Amen. സോ മച്ച്. എല്ലാവരും ഇരിക്കണേ. ഐ ഹോപ്പ് എവരിബഡി ഈസ് ബ്ലെസ്ഡ്. അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഇവിടെ പറഞ്ഞ പല പേരുകളും എന്നെ സംബന്ധിച്ച് വളരെ സത്യമാണ്. പുലിയണ്ടാൽ എന്ന് പറയുന്നത് രാഴ്ചൻ്റെ വീടാണ്. ജെറിൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. ഓസ്ട്രേലിയ ജെറിൻ വസിയർ. ജെറിൻ ഇവിടെ ഉണ്ട്. സാബു ദൈവം വെളിപ്പെടുത്തിയാണ്. പാപ്പൻ ഡൽഹിയിലാണെന്നുള്ളത് പാസ്റ്റർക്ക് അറിയത്തില്ല. ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഫ്ലാറ്റ് ഡെഡിക്കേറ്റ് ചെയ്തു. 8A ആണ് ഫ്ലാറ്റ്. ഞാൻ MSc പഠിക്കാനായിട്ട് അവിടെ പോയപ്പോൾ എൻ്റെ പപ്പായ്ക്ക് അന്ന് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയാണ് പപ്പായുടെ പെൻഷൻ. 2000 രൂപയ്ക്കകത്തു നിന്ന് 1000 രൂപ എനിക്ക് അയച്ചു തരും മൊബൈൽ പഠിക്കാൻ പോയപ്പോൾ. അതിൽ സിസ്റ്റർ കൂടെയാണ് താമസിക്കുന്നത്. 500 രൂപ സിസ്റ്ററിന് വീട്ടിലെ ഭക്ഷണത്തിനായിട്ട് കൊടുക്കും. ബാക്കി 500 രൂപയും കൊണ്ട് വേണം കോളേജിൽ പോയിട്ട് വരാൻ. ട്രെയിൻ ടിക്കറ്റ് എടുക്കും, ബസ്സിൻ്റെ കൂലി കൊടുക്കണം. ചില 3-ാമത്തെ 4-ാമത്തെ ആഴ്ചയൊക്കെ വരുമ്പോൾ സ്വത്രാജ് സഞ്ചി വരുമ്പോൾ ഇടത്ത് വശത്ത് നിന്ന് സ്വത്രാജ് സഞ്ചി വാങ്ങിച്ചിട്ട് വലത്തുവശത്തൊക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം കയ്യിൽ പൈസയില്ല ഇടാനായിട്ട്. ദൈവമഹത്വത്തിനായിട്ട് പറയട്ടെ, കേരളത്തിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ 4-ാമത്തെ വീടാണിത്. എന്തിനാണ് മഹത്വം പറയാനായിട്ടല്ല ഈ പറയുന്നത്. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവനെന്നെ അനുഗ്രഹിപ്പാൻ മതിയായവനാകുന്നുവെങ്കിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം മതിയായവനാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു വലിയ ചർച്ച് ഫംഗ്ഷനൊന്നും അല്ല, ഇറ്റ്സ് എ ഫാമിലി ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ പേരെടുക്കാൻ തുടങ്ങിയാൽ എല്ലാവരുടെയും ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ജോയലിനെ കുറിച്ച് പറഞ്ഞു. ജോയലിൻ്റെ മദർ ഓൻമാമയുടെ മദറാണ് തെക്കത്തെ അമ്മച്ചി, പപ്പയുടെ ജ്യേഷ്ഠൻ്റെ വൈഫാണ്. ജോയൽ ഈസ് ഇൻ മിനിസ്ട്രി. ജോയൽ he worked with me for 8 years. 8 വർഷത്തോളം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു. എൻ്റെ ഫാദർ ഒരു മിഷണറി ആയിരുന്നു. ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. സോ അപ്പം ഹി ഡിസൈഡഡ് ടു ലീവ് ദ ജോബ് ആൻഡ്
എൻ്റർ ഇൻ ടു ഫുൾ ടൈം മിനിസ്ട്രി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഡൽഹിയുടെ പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദൈവം ഓരോന്ന് വെളിപ്പെടുത്തി തരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാം പേരിൽ ഞാനൊരു ഡെഡിക്കേഷൻ ഒരു വാക്ക് പറയുകയാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളൊക്കെ അവയെ സേവിക്കും. നമ്മളെ വീടുകളൊക്കെയും നമുക്കൊരു അനുഗ്രഹങ്ങളൊക്കെയും നമ്മൾ ഡെഡിക്കേഷൻ ടു ഗോഡാണ്, ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. കാരണം ദൈവത്തിന് നമ്മളിന്ന് കാണുന്നതല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള നാളത്തെ പദ്ധതികൾ. ഞാനൊരു പ്രവാചക ശബ്ദത്തിൽ പറയട്ടെ, അടുത്തിരിക്കുന്ന ആളോട് വേണമെങ്കിൽ മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞാട്ട് നിങ്ങൾ ഇന്ന് കണ്ട തലങ്ങളല്ല നാളെ കാണുവാൻ പോകുന്നതെന്ന്. വായ തുറന്ന് സംസാരിച്ചാട്ട് 2026 ജനുവരി മാസം 5 ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഞാൻ പേരെടുക്കാൻ പോയ ഒത്തിരി പേരുണ്ട്. മമ്മിയുടെ അനിയത്തി പനമാമയുണ്ട്, അനേകരുണ്ട്. ഐ വോണ്ട് ടു ടേക്ക് എവരിബഡീസിന് പാസ്റ്റേഴ്സിന് പേരെടുക്കാൻ. സാവു പാസ്റ്ററുണ്ട്, ഇവിടെ IPCയുടെ തിരുവല്ലയിലെ പാസ്റ്ററാണ്. ബിനീഷ് പാസ്റ്ററുണ്ട്, അനേകരുണ്ട്. രായിച്ചാൻ എൻ്റെ കസിൻ ബ്രദറാണ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് ചെയ്യുന്ന അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ്. അങ്ങനെ അനേകർ ഞാൻ പേരെടുക്കുകയാണെങ്കിൽ പാസ്റ്ററുണ്ട്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയം നിറഞ്ഞ സാം ചെറിയാൻ പാസ്റ്റർ, ഞങ്ങൾ പറയും ഞങ്ങളുടെ പാസ്റ്ററാണെന്ന് പറയും. ഈസ് എ ബ്ലെസ്സിങ് ടു അസ്. അങ്ങനെ അനേകർ. വർഗീസ് എൻ്റെ ഫ്രണ്ട്. ഇറ്റ്സ് എ ഫാമിലി, ആക്ച്വലി ഇറ്റ്സ് എ ഫാമിലി ഫങ്ഷൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ജോൺസൺ ബ്രദറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുള്ള, ഞാൻ എല്ലാവരും പറയും ദേവദാസന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചിലരെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വലിയൊരു സന്തോഷമാണ്. ലോഡ്സൺ പാസ്റ്ററെക്കുറിച്ച് ഞങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് കുറേ നാളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയൊക്കെ ഞങ്ങളുടെ അത്ഭുതമാണ്. കാരണം നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഈ ബന്ധങ്ങളൊന്നും, ഒരു വലിയ സത്യം കൂടെ പറയാം, ക്രിസ്തീയ ബന്ധങ്ങളെന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമുള്ളതല്ല. ഇറ്റ്സ് എൻ എറ്റേണിറ്റി ടു എറ്റേണിറ്റി. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ബന്ധം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അന്ത്രയോസിന് പറയാം, പത്രോസ് ഒരു പ്രസംഗത്തിൽ 3000 പേര് നേടിയപ്പോൾ അന്ത്രയോസ് പറയുന്നുണ്ട്, ഞാനിന്ന് 3001 പേരെ നേടിയത്. ഉള്ളിൽ പറഞ്ഞതായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്ന് ചിലരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ അത് അനേകരിലേക്ക് അതിന് കാരണമായി തീരും. അതിന് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് സൊസൈറ്റി, ദിസ് ബിൽഡിംഗ്, ഐ വാണ്ട് ടു സേ വി വിൽ സെർവ് ദ ലോർഡ്. കുര്യൻ സാറോട്, ചെറിയാൻ സാറുണ്ടായിരുന്നു, ടേറ്റ സാറുണ്ട്, അങ്ങനെ അനേകം ഞങ്ങളുടെ ബിൽഡിംഗ് തന്നെ ആളുകളുണ്ട്. ജോസൂട്ടി സാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു റിട്ടേൺ റൂളാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എഴുതിയില്ലെങ്കിലും ഇത് പ്രാർത്ഥിച്ചിട്ടൊരു വീടാണ്. അപ്പോൾ ഈ വീട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കും. ഞങ്ങൾക്കൊരു ഓൾറെഡി ഒരു ഫെലോഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു പിനക്കിൾ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ലുക്ക് ഇൻ ടു വാട്ട് ഡിനോമിനേഷൻ വി ബ്രിങ് ഫ്രം, വിച്ച് ചർച്ച് വി കം ഫ്രം, വി വാണ്ട് ടു ബി ബേസ്ഡ് ഓൺ ബൈബിൾ. എനിത്തിങ് വാട്ട് ബേസ്ഡ് ഓൺ ബൈബിൾ വി വാണ്ട് ടു ലിഫ്റ്റ്. വി വിൽ ഡെഡിക്കേറ്റ്. എനിക്ക് തോന്നുന്ന ഒരു തുടക്കം മാത്രമാണ്. ഞാനൊരു പ്രാവശ്യം ഇതൊരു തുടക്കമാണ്. ദിസ് ഹോൾ വിൽ ബി യൂസ് ഫോർ ഗോഡ്സ് ഗ്ലോറി മച്ച് മോർ. അപ്പം അന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് ബിനീഷ് പാസ്റ്ററുണ്ട്. ബിനീഷ് പാസ്റ്റർ പ്രാർത്ഥിച്ച സുവാർത്ത അടൂരിൻ്റെ പാസ്റ്ററാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകൾക്കും നന്ദി പറയുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി തന്നല്ലോ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ഭവനം, സന്തോഷാൻ കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർ നന്മയിൽ ഹല്ലേലൂയ നമുക്കൊരുമിച്ച് സന്തോഷിക്കുമ്പോൾ അത് സ്വർഗം കൂടെ സന്തോഷിക്കുന്ന ഒരു പകൽ രാത്രികാലമായി മാറും ഈ നിമിഷങ്ങൾ. ഞാനത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയുടെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ നല്ല സമയം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അടിയങ്ങളോട് കർത്താവ് ഇടപെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും നന്ദിയോടെ അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വം കരേറ്റുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, പ്രിയ സന്തോഷാനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ നല്ല നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ തിരുനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ അത് ഇടവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവിധമായ ആത്മീക, ഭൗതിക, ശാരീരിക അനുഗ്രഹങ്ങളാൽ അങ്ങയുടെ മക്കളെ കർത്താവ് നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു നദി പോലെ ആ നന്മ ഒഴുകട്ട്, അനേകർക്ക് അത് സന്തോഷത്തിനും സമാധാനത്തിനും തൃപ്തിക്കും കാരണമായി തീരണമെന്ന് ഞങ്ങൾ അങ്ങയോട്